ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ അടുത്ത കേരള ലഞ്ച് മെനു ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് 73ാമത്തെ മെനു ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇന്നത്തെ മെനുവിൽ രണ്ട് യുണീക്ക് ആയിട്ടുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസ് ആണ്. ഒന്നൊരു പാവയ്ക്ക പാൽ കറിയും ഒന്ന് സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു റോസ്റ്റും ആണ്. പിന്നെ സാലഡും പിക്കിളും ഒക്കെ വെച്ചിട്ട് നമ്മുടെ സിമ്പിൾ മീൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നിറയെ മെനൂസ് എൻ്റെ ചാനലിലുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക പാൽക്കറിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് പാവയ്ക്ക ഇങ്ങനെ വട്ടത്തിൽ നുറുക്കിയിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് കുറച്ച് തൈരും ഉപ്പും പുരട്ടിയിട്ട് ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് ഇതിനൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ 15-20 മിനിറ്റ് നേരം കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെളിച്ചെണ്ണയിൽ ഈ പാവയ്ക്ക ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അധികമൊന്നും ഫ്രൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക്, ജീരകം, ചുവന്ന മുളകും കൂടി ചേർത്തിട്ട് എല്ലാം ഒന്ന് പൊട്ടുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സവാള സോഫ്റ്റായി കളർ മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണ വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാല ഒന്ന് മൂക്കുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന പാവയ്ക്കയിലേക്ക് ചേർക്കാം. അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇപ്പോൾ രണ്ടാം പാലാണ് ആദ്യം ഒഴിക്കാൻ പോണത്. രണ്ടാം പാലും ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ കായ്പയ്ക്ക ഒന്ന് വെന്ത് വരുന്ന വരെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടുപ്പത്ത് നിന്ന് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക പാൽക്കറി റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അടുത്ത് ഞാൻ ഉണ്ടാക്കുന്നത് സോയ ചങ്ക്സിൻ്റെ ഒരു റോസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് സോയ ചങ്ക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും തിളച്ച വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഈ സോയനൊന്ന് സോക്ക് ചെയ്യാൻ പറ്റാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് സോയനെ നന്നായി സ്ക്വീസ് ചെയ്ത് വെള്ളം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് വെളിച്ചെണ്ണ, നാരങ്ങ നീര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഈ സോയ ചങ്ക്സിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്ക് പിടിക്കുന്ന പോലെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ മസാലയ്ക്കായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് പെരിഞ്ചീരകവും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് കളർ മാറുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സവാള ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. മസാല കരിഞ്ഞു പോകാണ്ടിരിക്കാനാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്കിത് അടുപ്പത്ത് വെക്കാം. അപ്പോൾ മൂത്ത് വന്ന് കഴിയുമ്പോൾ ഞാൻ നേരത്തെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ മറന്നു. അപ്പോൾ ഉള്ളി മൂപ്പിച്ച് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ എല്ലാ ഭാഗവും കോട്ടാവുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പം അത് നന്നായി കുക്ക് ചെയ്തതിന് ശേഷം കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഒരു 5 മിനിറ്റ്, ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് വരട്ടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോയ റോസ്റ്റ് റെഡിയാവും. അപ്പോൾ ഈ 2 റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി തരുന്നവരെ ബൈ.